ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യേച്ചിയുടെ ജീവിതം ഇങ്ങനെയൊക്കെയായിപ്പോയി മോളെ. ആദ്യം നിന്റേതാണ്. നീ പ്രസവിച്ച മോനെ അതിങ്ങനെ 1000 പ്രാവശ്യം പറഞ്ഞ് നിത്യേച്ചി മനസ്സിൽ പതിപ്പിച്ചിട്ടുണ്ട്. അടുക്കള ജോലിയിലോ അതുപോലുള്ള കാര്യങ്ങളിലോ അയാൾക്ക് പരിചയക്കുറവുണ്ടായിരിക്കും. ഇതൊക്കെ പ്രാക്ടീസ് കൊണ്ട് ശരിയാക്കാവുന്ന കാര്യങ്ങളല്ലേ. ഇതൊക്കെ വിവാഹ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സത്യത്തിൽ തന്റെ ഈ സംസാരം കേട്ടപ്പോഴാ മനസ്സിനൊരു ആശ്വാസമായത് അല്ലേ സുജാതെ? മോനെവിടെ? അവനവിടെ കല്യാണിയായിട്ട് കളിച്ചോണ്ടിരിക്ക. കുറച്ചു കഴിയുമ്പോ രണ്ടാളും ഉറങ്ങും. അപ്പൊ അവനെയും കൊണ്ടുപോയാൽ മതി. അവിടെ അച്ഛനും അമ്മയൊക്കെ കാത്തിരിക്കുമായിരിക്കും. മോൻ ഉറങ്ങിയിട്ട് കൊണ്ടുപോകാടോ, അല്ലെങ്കിൽ മോൻ ഉണരും, ബഹളം വെക്കും. ജ്യോതി ഒന്ന് വരൂ. വാ. ഹോസ്പിറ്റലിൽ വെച്ച് നീ എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. എങ്ങനെ നിനക്കത് ചോദിക്കാൻ പറ്റിയെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. ആദിയുടെ സ്നേഹം നിന്നിൽ നിന്ന് ഞാൻ തട്ടിപ്പറിച്ചതാണോ? അവനെ നോക്കാൻ വേണ്ടി നിന്നോട് ഞാൻ മത്സരിച്ചതാണോ? ആണോ? അവൻ കുഞ്ഞായിരിക്കുമ്പോ എടുത്ത് നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ ഞാൻ? അവനൊന്ന് ഉറക്കം പറഞ്ഞിട്ടില്ലേ ഞാൻ? അപ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറില്ലാതെ എന്താ ചെയ്തിട്ടുള്ളത്? ഒരിക്കൽ അവൻ പനിച്ചു വരച്ച് കിടന്നപ്പോ കുറച്ചുനേരം ഒന്ന് അവന്റെ അടുത്ത് ഇരിക്കാവോന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്കതിനെ കണ്ടൂടാന്ന്. അച്ഛനും അമ്മയും കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കണ്ടപ്പോ ഞാനങ്ങനെ ചോദിച്ചു പോയതാ. സോറി. നീ സോറി ഒന്നും പറയണ്ട. ആരെന്ത് ബഹളം ഉണ്ടാക്കിയാലും ചോദിക്കുന്നത് ഈ നിത്യേച്ചിയോടെ ആണെന്ന് ഒന്ന് ആലോചിക്കായിരുന്നില്ലേ നിനക്ക്? അതെന്റെ നെഞ്ചില് കുത്തിക്കൊള്ളുന്ന് അറിയായിരുന്നില്ലേ നിനക്ക്? ഒരാളുടെ സന്തോഷം തട്ടിപ്പറിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. വിട്ടുകൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ നിത്യേച്ചിയുടെ ജീവിതം ഇങ്ങനെയൊക്കെയായിപ്പോയി മോളെ. ആദ്യം നിന്റേതാണ്. നീ പ്രസവിച്ച മോനെ അതിങ്ങനെ 1000 പ്രാവശ്യം പറഞ്ഞ് നിത്യേച്ചി മനസ്സിൽ പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ശീലം എന്നൊക്കെ പറയുന്ന ഒന്നുണ്ടല്ലോ. നിത്യേച്ചിയുടെ ശീലങ്ങളൊക്കെ അവന്റെ കൂടെയല്ലേ?
അവനെ കുളിപ്പിച്ചൊരുക്കി അവന് ഭക്ഷണം കൊടുത്ത് അവന്റെ കൂടെ ഇരുന്ന് അവന് കഥ പറഞ്ഞുറക്കി. അതല്ലാതെ ഒരു ദിവസം നിത്യച്ചയുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ? വല്ലാതെ സങ്കടം തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ അതൊന്നും കാര്യാക്കണ്ട. ഇനിയെങ്കിലും നീ നിന്റെ ജീവിതത്തില് ഉത്തരവാദിത്തം കാണിച്ചാൽ മതി. ആദിയുടെയും മനുവിന്റെയും കാര്യങ്ങൾ നോക്കണം. അമ്മയെക്കൊണ്ടും അച്ഛനെക്കൊണ്ടും നല്ല മരുമകളാണെന്ന് പറയിപ്പിക്കണം. നിത്യേച്ചിയെ കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട. എന്തിനാ വെറുതെ ഒരു ദുരന്തം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? നിത്യേച്ചിയുടെ ജീവിതം തകർത്തെറിഞ്ഞയാള് ഇപ്പൊ ഇത് കേട്ടറിഞ്ഞാലും സന്തോഷിക്കല്ലേ ചെയ്യൂ. കൊല്ലണം, ചതിച്ചവരെയെല്ലാം കൊല്ലണം. ആ കുഞ്ഞുങ്ങൾ ഉറക്കമായി മോളെ. ഹരിയുടെ കിടക്കയാ. അവനെ കൊണ്ടുപോണം. അവര് പോവാനായിട്ട് നിക്കാം. അല്ല മോളെ, ഈ ഉറക്കത്തിൽ ഇപ്പൊ വിളിച്ചാല് വിളിക്കണ്ട. നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാ അങ്ങനെ പെട്ടെന്നൊന്നും ആദ്യം എഴുന്നേക്കില്ല. അവൻ ഉറങ്ങിക്കിടക്കുമ്പോ യാത്രയാക്കുന്നതാ എളുപ്പം. എന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശരി മോളെ.